ഹലോ ഗൈസ്, ഇതാണ് പുതിയ ഗെയിം. ഇപ്പോഴത്തെ കയറ്റിയ ഗെയിം നല്ല രസത്തിൽ ക്ലൈമറ്റൊക്കെ മാറ്റാൻ പറ്റും. കുറേ ദിവസമായി ഈ ഗെയിം കയറ്റിയിട്ട്, അതുകൊണ്ട് കുറച്ച് പൈസ ഒക്കെ നമ്മൾ കണ്ട്. ഗൈസ് പറയൂ, ഏത് വേണം? ഒരു നായ, പൂച്ച, നായ, പൂച്ച ഒന്നുകൂടി എടുക്കാം. പക്ഷെ ഏതെങ്കിലും ഒന്ന് അങ്ങനെ കണക്റ്റ് ആവണ്ടേ, ഒന്ന് കറക്റ്റ് ആവണ്ടേ, അല്ലാതെ എന്ത് ഇല്ല ഗൈസ്. ഇപ്പം ബോണസ് നമുക്ക് ഈ പെറ്റില്ലേ അതിന് വെച്ചിട്ട് കളിക്കാം. ആദ്യം നമുക്ക് പൂച്ചനെ വെച്ചിട്ട് ഒരു ഗെയിമുണ്ട്, അത് കളിച്ചു നോക്കാം. ഈ മേലെ കാണിക്കുന്ന സാധനം കണ്ടോ? ആ സാധനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തരണം. നമ്മളിപ്പോൾ പൂച്ചയാണ്, ഇതാ അവിടെ ഇതാ ലൈറ്റത്തിന് കിട്ടി. ഇപ്പം നമുക്ക് പൈസ കിട്ടും. സാധനം എടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. പിന്നെ ഇതാ വേറെ മേലെ, വേറെ അല്ല അത് തന്നെ കാണിക്കണേ. ഇപ്പം 2 കിട്ടി. അതാ ഒരു ബത്തക്ക കിട്ടി. അപ്പം അതിൻ്റെ പൈസ കിട്ടി. ഇനി എവിടെയാണ്? ഇതാ അവിടെ. മണ്ട്ര ഇല്ലേ, നമ്മൾ പൂച്ചക്കുട്ടിയാണ്, പക്ഷെ നമുക്ക് ചാടാനൊക്കെ ഉണ്ട്. കണ്ടോ? ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പെറ്റിനെ വാങ്ങുന്നത്. ഇപ്പോൾ പൂച്ച അല്ലേ, ഈ പെറ്റിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതിനുള്ളിൽ പക്ഷെ കയറാൻ പറ്റില്ല, അത്ര ഉള്ളൂ കുഴപ്പം. ഇതാ കൊടുക്കാൻ നമ്മൾക്ക് വേണ്ട സാധനം. മണ്ട്രാ, അയ്യോ പൈസ പോയി. ക്യാരറ്റ് പൂച്ച തിന്നു ഗൈസ്. അറിയില്ല, അറിയാത്തോണ്ട് ചോദിച്ചേ. തിന്നെങ്കിൽ ഒന്ന് പറയണേ. എൻ്റെ പൂച്ചക്ക് ക്യാരറ്റ് ഇട്ടു. പൂച്ചക്കൊക്കെ ക്യാരറ്റ് ഇട്ടെടുക്കാം. ഇപ്പം പൈസ ലാഭമായില്ലേ. നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിനെ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ആണെങ്കിൽ ഇതിനെ വെച്ചിട്ട് ഇതിന് തീറ്റ ഇട്ടെടുക്കാം. കണ്ടോ? അത് തീറ്റ നിന്നു. സ്റ്റാൻഡ് പറഞ്ഞാൽ നിൽക്കും, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കും, എന്ന് പറഞ്ഞാൽ കൊടുക്കും. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ദേഷ്യം ഉള്ള ശബ്ദമൊക്കെ ഉണ്ടാകും. ഫുഡ് ഇട്ട് കൊടുക്കുക. സ്റ്റാൻഡ്, സിറ്റ് ഡൗൺ, ലേ, അഗ്രസീവ്. കണ്ടു ഗൈസ്, ഇതിൻ്റെ സൗണ്ട് നോക്കുന്നില്ല, ഇതിലൊന്നും കേൾക്കാൻ പറ്റില്ല. ആണെങ്കിൽ നമുക്ക് ഈ സാധനം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതിലുള്ള ബഗ് പറഞ്ഞാൽ നമ്മൾ മേലേക്ക് പോകുമ്പോൾ ഇതാ നമ്മൾ അപ്പോള പൂച്ചല്ലേ കാണിച്ചല്ലേ ഏറ്റവും കണ്ടോ? പൂച്ച ഇതാക്കുന്നു. നമ്മൾ ഏറ്റവും മേലേക്ക് പോകുമ്പോൾ കണ്ടോ പൂച്ച അടിയിൽ നിൽക്കുന്ന പൂച്ച മേലേക്ക് വരുന്നു. പിന്നെ ഇതിലുള്ള പെട്ടെന്ന് പൈസ ഇട്ടാലുള്ള ഇതുണ്ട്. എന്താ പറഞ്ഞാൽ ആദ്യം ഒരു തോക്ക് എടുക്കുക, എന്നിട്ട് ഈ പെട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ബൈ പറഞ്ഞിടാം. ഇത് ചാവില്ല, പക്ഷെ ഇത്ര പൈസ പോകുന്നുള്ളൂ. ഇങ്ങനത്തെ പെട്ടികൾ പറഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് കുറേ പൈസ കിട്ടും. ഇപ്പം നമ്മളെ പൈസ ആരെങ്കിലും ഇട്ടാൽ ഓന് നമുക്ക് തീർക്കാം, അത്രയല്ലേ. ഈ പെറ്റിന് വാങ്ങിയുള്ള ഉപകാരം എന്താ പറഞ്ഞാൽ, ഈ പെറ്റിനെ നമുക്ക് നമ്മളേക്ക് ഇപ്പം ഏതെങ്കിലും കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ നമുക്ക് കിട്ടാത്തോടത്ത് അങ്ങോട്ട് വീണ് വിചാരിച്ചോളൂ. അപ്പോൾ എന്താണ് നമ്മളെ പെറ്റ് പോയിട്ട് ആ പൈസ എടുക്കും. ഞാൻ പോകുന്നില്ല, പക്ഷെ ആ പെറ്റ് പോയിട്ട് ആണെങ്കിൽ ഇതാ ഞാൻ ഇവിടെ വെക്കാം. പെറ്റ് ഇതാ പോയിട്ട് എടുക്കുന്ന പൈസ എടുക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ കൊന്നെടുത്തിട്ട് എവിടെയെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? പെറ്റ് പോയിട്ട് അതാ പോയി എടുത്ത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വണ്ടിയിലൊക്കെ കയറാം. ഇതിൽ നമുക്ക് നമ്മളെ വീടുണ്ടാവും, ഈ ഒരു വീടിൻ്റെ ചിത്രം ഉണ്ടാവും. ഈ നോക്കിയാൽ കുറേ വീടുകൾ വാങ്ങാൻ ആകെ വാങ്ങിയിട്ടില്ല, ആകെ ഒന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഉള്ളപ്പോൾ തന്നെ ഉള്ള, നമ്മൾ ഈ ഗെയിമിൽ ഉള്ളപ്പോൾ തന്നെ ഉള്ള ഒരു വീടാണത്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ വീട്. ഈ ഡോറൊക്കെ ഞാൻ മാറ്റാണ്, ഈ പായൊക്കെ ഞാൻ കടയിൽ പോയി വാങ്ങിയാണ്. ഈ ടേബിളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പോയി ഫുള്ള് വാങ്ങിയാണ്. പിന്നെ ഈ മേലെ ഈ ലൈറ്റ് ഉണ്ട് മേലെ, ഇതൊന്നും ഇവിടെ ഉണ്ടായതല്ല, ഞാൻ പോയി വാങ്ങിയാണ്.
പിന്നെ ഈ മേലേക്ക് പോകുമ്പോൾ കണ്ട ഇങ്ങനത്തെ ഒരു കല്ല് അതിവിടെ ചാടി പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. മേലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ബെഡും ഈ സ്പീക്കറും തലാണിയും എല്ലാം ഞാൻ വെച്ചാണ്. കണ്ട എനിക്ക് ഇത് ഇങ്ങോട്ട് നീക്കാനൊക്കെ പറ്റും. ഗൈസ് പറഞ്ഞാൽ മതി, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ആക്കാം. നമുക്ക് ഡിലീറ്റ് വരെ ചെയ്യാം. ഇതാണ് നമ്മളെ ബാക്ക് പാക്ക്. ഇതിൽ ഇഷ്ടമുള്ള കുറേ സാധനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ തോക്കാളുണ്ട്, കല്ലുണ്ട്. ആണെങ്കിലാ ഈ സാധനം എടുക്കുക, അപ്പം നമ്മളെ കയ്യിലുണ്ട്. മൈൻക്രാഫ്റ്റ് പോലെയാണ്. ഈ പരസ്യമാണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്നത്. ഇവിടെ വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ വെക്കാം. ഇവിടെ വെക്കാം. സ്റ്റാർട്ട്. അടിയേക്ക് ഓക്കെ ഗൈസ്, നമ്മളിനി ഇത്